ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ സാന്ത്വന ടൂവിന്റെ ജസ്റ്റ് ഒരു പ്രൊമോ ഇട്ട് പോവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പൊ സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയും മൗനരാഗം തന്നെയായിട്ട് ഇങ്ങനെ പോകും കേട്ടോ. അപ്പൊ നമ്മുടെ സാന്ത്വന ടൂവിൽ ഇനി വരാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ബാലന്റെയും അതുപോലെ തന്നെ ദേവിയുടെയും ഭയങ്കരമായിട്ടുള്ള കെയറിങ്ങും സ്നേഹവും ഒക്കെ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ വീർപ്പും മുട്ടും നമുക്ക് പോലും മതിയായി പോകും ആ രീതിയിലുള്ള രണ്ടുപേരും സ്നേഹിക്കുന്നത്. അതേസമയം നമ്മുടെ ബാലനിയാണെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ചായ കൊണ്ടേ കൊടുക്കല്, കാപ്പി കൊണ്ടേ കൊടുക്കല്, ചോറ്, അതുപോലെ വൈകുന്നേരം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ദേവി കൊടുത്തു വിടും കേട്ടോ. ബാലനാണെങ്കിൽ കടയിൽ പോയിട്ട് ആഹാ എന്താ സ്വാദ്, എന്റെ മൂത്ത മരുമകൾ എന്ത് നല്ല മരുമകളാ എന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ വരുന്നവർക്കൊക്കെ ഈ പുരാണം പറയലാട്ടോ. അത് മാത്രമല്ല കടയിൽ വരുന്നവർക്ക് ഈ പഴംപൊരിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്റെ മരുമോൾ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് നോക്കെന്ന് പറയുമ്പോ കടയിൽ വരുന്ന ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. ബാലൻ പറയുന്നുണ്ട് എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ, ആ അതെ അതെ എന്ന് അവര് നോണ പറയുന്നുണ്ട്. ശേഷം ബാലനെനിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അതേസമയം മിത്രക്കും അതുപോലെ തന്നെ മീനാക്ഷിക്കും ഭയങ്കര സംശയം തോന്നുകയാണ് ദേവീന. മിത്രനെ പതുക്കെ മീനാക്ഷി വിളിച്ചോണ്ട് പോയിട്ട് പുറത്തു പോയിട്ട് പറയുന്നുണ്ട്, മിത്ര നീ ശ്രദ്ധിച്ചായിരുന്നോ ദേവി എടുത്തേക്ക് എന്തൊക്കെയോ കള്ളത്തരമില്ലേ, അവർ ഈ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയല്ലേ ഒരു കുട്ടിത്തരം പോലെ അഭിനയിക്കണത്, നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് തുണി വിരിക്കുന്ന സമയത്ത് ദേവി എടുത്ത് അമ്മയുടെ സംസാരിക്കുന്നത് കേട്ടു. സംസാരിക്കുന്ന സമയത്ത് ഞാൻ വന്നപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തു. ഞാൻ വന്നപ്പോ ഫോൺ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാവില്ലേ മിത്രേ? അതെ ചേച്ചി, എനിക്കും ആ കാര്യത്തിൽ പല സംശയങ്ങളും ഉണ്ട് എന്ന് പറയാണ്. നീ ഒരു കാര്യം ചെയ്യും മിത്രേ, നീ നിനക്ക് തിങ്കൾ മുതൽ വെള്ളി വരെയല്ലേ കോളേജുള്ള, ബാക്കി ശനിയാഴ്ചക്ക് നീ ഫ്രീ ആയിരിക്കില്ലേ? എനിക്ക് ഓഫീസ് ആണെങ്കിൽ ഭയങ്കര ലോഡാണ്. ആ സമയത്ത് നീ ഇവിടെ നിൽക്കുന്ന സമയത്ത് ദേവി എടുത്തിനെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചോളാം മീനാക്ഷി എടുത്തി. മീനാക്ഷി എടുത്ത് ടെൻഷൻ ആവണ്ട, അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം അവരുടെ ഭാഗത്ത് നിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണമല്ലോ എന്ന് മിത്രയും പറയണം. അങ്ങനെ മിത്ര ശ്രദ്ധിക്കുകയാണ്. മീനാക്ഷി അമ്മേനെ ഫോൺ വിളിക്കുന്ന സമയത്ത് എപ്പോഴും പുറത്തേക്ക് പോയിട്ട് പതുക്കെയാട്ടോ സംസാരിക്കണത്. അങ്ങനെ നമ്മുടെ ഈ ദേവിയുടെ അമ്മ എന്തൊക്കെയോ കുശുംബത്തരം പറഞ്ഞു കൊടുക്കാട്ടോ ഗോമതിയുടെ കയ്യിൽ നിന്ന്. എങ്ങനെയൊക്കെ കുറച്ച് സ്വർണം മേടിച്ചെടുക്കുക, ഇവിടെ വാടക കൊടുക്കണമെന്നൊക്കെ പറയാണ്, കുറച്ച് പണം മേടിച്ചെടുക്കുക. അമ്മ എനിക്കതൊന്നും പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് തെണ്ടണോ എന്നൊക്കെ നമ്മുടെ ദേവി ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മിത്ര കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മിത്ര മനസ്സിൽ വിചാരിക്കണം, പക്ഷെ ഇവർ ബാക്കി പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലല്ലോ, അപ്പൊ ഇവർക്ക് എന്തോ കള്ളത്തരുണ്ട്, വഴിയെ കണ്ടുപിടിക്കാം എന്ന് മിത്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം കാണിച്ചൊരു പ്രൊമോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.